ഹലോ എവരിവൺ, ഇന്ന് ഒരു ചെറിയ ഡാൻസ് വീഡിയോയുടെ പ്രിപ്പറേഷനാണ്. ഫൈനൽ വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ നമുക്കിതിൻ്റെ കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് കണ്ടാലോ. ഈ ഷാഡോ ഡാൻസ് ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്തേ ഉള്ളൊരു നമ്മുടെ ഒരു ആഗ്രഹമാണ് ഇതൊന്ന് ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഡിഫറെൻറ്റ് റീസൺസ് കൊണ്ട് അതിങ്ങനെ പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടേയിരുന്നു. ആൻഡ് ഫൈനലി വി ഡിഡ് ഇറ്റ്. ഈ വീഡിയോ ഇന്ന് തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ള ഡിസിഷൻ പെട്ടെന്നാണ് എടുത്തത്. സോ നമ്മൾ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തെറ്റിച്ചു എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പകുതി ടൈമും പോയത്. ഇപ്പൊ കൗണ്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ മനസ്സിൽ കുറച്ച് ഐഡിയാസും സ്റ്റെപ്സും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഫൈനലി ചെയ്തത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. മോസ്റ്റ്ലി നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് തരുന്നത് എൻ്റെ 2 ബ്രദേഴ്സാണ്. പക്ഷേ കറൻ്റ്ലി അവർ അവൈലബിൾ അല്ലാത്തത് കൊണ്ടിട്ട് നമ്മൾ തന്നെയാണ് ബാക്ക് ക്യാം സെറ്റ് ചെയ്ത് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. സോ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മളെ പൊസിഷൻസ് ഒന്നും കറക്റ്റ് ആവുന്നില്ല. പല വീഡിയോസിലും നമ്മൾ ഫ്രെയിം ഔട്ട് ആയി പോകുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാനായിരുന്നു നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. കാരണം അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചെത്തുമ്പോഴേക്കും നമ്മുടെ ബാലൻസ് പോകും. ആദ്യമൊക്കെ അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്ത് 3 പേര് 3 ഡയറക്ഷനിലായിരുന്നു ചെന്ന് നിൽക്കുന്നത്. പക്ഷേ ഫൈനലി നമ്മളത് ശരിയാക്കി എടുത്തു എങ്ങനെയൊക്കെയോ. ഇതിലൊക്കെ ഒന്നും കംപ്ലീറ്റ്ലി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വേഗമായിട്ട് കുറച്ച് സ്റ്റെപ്സ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. മോസ്റ്റ്ലി ഇതിലുള്ള എല്ലാ സ്റ്റെപ്സും നമ്മൾ റാൻഡം ആയിട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തായിരിക്കും. അതുകൊണ്ട് തന്നെ ക്യാമറ ഓൺ ചെയ്ത് എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റെപ്സ് ഡിസൈഡ് ചെയ്യുന്നത് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഈ ഒരു പാട്ടൊക്കെ എത്തിയപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. ഒരു എസ്തെറ്റിക് വൈബൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ടൊക്കെ എത്തിയപ്പോഴത്തേക്കും ഒരു ചെറിയ ട്വിസ്റ്റ് സംഭവിച്ചു. പക്ഷെ ആ ട്വിസ്റ്റ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് തന്നെ നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ്. ട്വിസ്റ്റ് എന്താണെന്നുള്ളതല്ലേ, അത് ഞാൻ ഫുൾ വീഡിയോ എന്തായാലും ചാനലിൽ കൊടുക്കുന്നുണ്ട്. ഇഫ് യു വിഷ് യു ക്യാൻ ചെക്ക് ഇറ്റ്. ഫൈനൽ വീഡിയോ സെപ്പറേറ്റ് ഷോർട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.